നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു യാത്രയിലേക്ക് അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് റോമിൽ വത്തിക്കാൻ്റെ അടുത്തുള്ള, സത്യം പറഞ്ഞാൽ വത്തിക്കാൻ്റെ മതിലിൻ്റെ പുറത്തുള്ള ഒരു പാപ്പൽ ബസിലിക്കയിലേക്കാണ്. അതായത് റോമൻ കത്തോലിക്കയുടെ ഒരു ഹിസ്റ്ററി നോക്കാനാണെങ്കിൽ, അവർക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ നോക്കാനാണെങ്കിൽ പാപ്പൽ ബസിലിക്കകൾ, മേജർ ബസിലിക്കകൾ 4 ഉള്ളത്. ലോകത്തിൽ ഉള്ള 4 പാപ്പൽ ബസിലിക്കകളുണ്ട്. ഈ 4 വത്തിക്കാനിലാണ്, റോമിലാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ബസിലിക്ക, അതായത് നമ്മളുടെ മാർപ്പാപ്പ നിൽക്കുന്ന മാർപ്പാപ്പയുടെ ബസിലിക്ക എന്ന് പറയുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ്. അത് കഴിഞ്ഞ 2ാം സ്ഥാനത്തുള്ള, വലിപ്പത്തിലും ബാക്കി കാര്യങ്ങളിലൊക്കെ 2ാം സ്ഥാനത്തുള്ള ബസിലിക്കയാണ് ഈ ബസിലിക്ക, സാൻ പോളോ ബസിലിക്ക. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കാരണം ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇതാണ് ബസിലിക്കയുടെ ഫ്രണ്ട് ഭാഗമാണ്, മുൻഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചറിയാം എത്ര മനോഹരമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണ്ടോ, ഇതിൽ നമുക്ക് കയറണമെങ്കിൽ പട്ടാളത്തിൻ്റെ പോലത്തുള്ള ചെക്കിങ്ങും ബാക്കിയെല്ലാം കഴിയാണ്ട് ഇവിടെ കയറാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ചരിത്രപരമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായത് കൊണ്ട് തന്നെ ഇവിടുത്തെ സെക്യൂരിറ്റി വളരെ ഭീകരമാണ്. ഭീകരം എന്ന് വെച്ചാൽ വളരെ ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഇവിടെ. കാരണം ഈ ഒരു ചരിത്രം നിർമ്മിതിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ബസിലിക്കയുടെ ഉള്ളിലാണ് നമ്മളുടെ വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. പുള്ളിയുടെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ളത് അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ഈ 2006 ഒരു കാർബൺ ഡേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വളരെ പഴയ വസ്തുക്കളുടെ പ്രായം നിർണ്ണയിക്കുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ അതിൽ 1ാം നൂറ്റാണ്ടിൽ ഉള്ള ഒരു ആളുടെ റിമൈൻസാണ് ഇവിടെ ഉള്ളതെന്ന് കാർബൺ ഡേറ്റിങ്ങിലൂടെ കണ്ടെത്തിയിരുന്നു നമ്മുടെ ബെനഡിക്ട് പാപ്പ. അത് ഡിക്ലെയർ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏകദേശം നമ്മളുടെ പോളിൻ്റെ തന്നെയാണ് മൃതദേഹം ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണിച്ചു തരാം. ഞാനിവിടെ 2ലധികം തവണ കയറിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസിലിക്കയുടെ വലിപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് ഉച്ചത്തിൽ നമ്മളോട് സംസാരിച്ച ഒരു വ്ളോഗിങ് നടക്കാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാലോ, ഈ 4 മേജർ ബസിലിക്കയിൽ ഇപ്പോൾ ജൂബിലി വർഷത്തോടനുബന്ധിച്ചിട്ട് ഒരു വിശുദ്ധ വാതിൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 വിശുദ്ധ വാതിലിൽ കൂടിയും കയറുന്ന ആൾക്കാർക്ക് പരിപൂർണ്ണ ദണ്ഡവിമോചനം എന്ന ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്കാണ് ഈ ഒരു വർഷം. ഒരുപാട് ടൂറിസ്റ്റുകളെ ഇപ്പോൾ കാണാം. അപ്പോൾ എല്ലാവരും ചെക്കിങ് കഴിഞ്ഞിട്ട് വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഓരോരോ ഭാഗങ്ങൾ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ ഉള്ള പള്ളികളിൽ 1 അല്ലെങ്കിൽ 2 3 ഒരു ആൾത്താരകളൊക്കെ കാണുള്ളൂ. പക്ഷേ ഇവിടുത്തെ ബസിലിക്കകളിൽ ഒരുപാട് ആൾത്താരകളാണ്. നമ്മളുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 45 ആൾത്താരകളും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിലും ഒരുപാട് ആൾത്താരകളുണ്ട്. അപ്പോൾ വളരെ വിശുദ്ധമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണിത്. പക്ഷേ ഇതിൻ്റെ ബസിലിക്കയുടെ ഉള്ളിലത്തെ പ്രധാന ആൾത്താര ഭയങ്കര ഗംഭീരമാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓരോ മുക്കിലും മുകളിലുള്ള ഈ കൊത്തുപണികൾ. അപ്പോൾ ആ കൊത്തുപണികളൊക്കെ ഒന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ കൊത്തുപണികളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് നമ്മളെ വിശ്വവിഖ്യാതന്മാരായിട്ടുള്ള നമ്മളുടെ ചിത്രകാരന്മാർ ചെയ്ത വർക്കുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമസ്കാരം. അങ്ങനെ സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഈ യൂറോപ്പിൽ വന്ന പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ അവിടെ ക്യാമറ അലൗഡല്ല. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ക്യാമറ അലൗഡല്ല. അപ്പോൾ അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്ന് മീനാക്ഷി ടെമ്പിൾ ചെല്ലുക, ഈ മധുര മീനാക്ഷി ടെമ്പിൾ ചെന്ന് കഴിഞ്ഞപ്പോഴും അത് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് ക്യാമറ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ അലൗഡല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്ത് കാണുന്ന ഒരു വീഡിയോയും വേറെ ആൾക്കാർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് അടുത്ത ആൾക്കാർ കാണാൻ വരുന്നത്. അപ്പോൾ ഒരു ചിത്രം കൊണ്ട് നമ്മൾ കാണിക്കുന്ന ഒരു മാസ്മരിക വർക്ക് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ലിബറലാണ്. ഒരു യൂറോപ്യൻ കൺട്രിയുടെ ലിബറൽ ഇത് സംബന്ധിച്ചാൽ അതങ്ങനെ തന്നെയാണ്. കണ്ടോ, ഇതാണ് നമ്മളുടെ എൻട്രൻസ്, അതായത് മുൻവശത്തെ ആഗമന കവാടം എന്ന് പറയുന്ന ഭാഗം ഇതാണ്. അപ്പോൾ ഇവിടെ കൂടിയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നത്. ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചത്തുരം കാണാം. വളരെ മനോഹരമായ സെൻറ്റ് പോളിൻ്റെ ഒരു ശില്പവും കാണാം. അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ശില്പമാണ്.
ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ചുറ്റിനുള്ളൊരു വ്യൂ തരികയാണ്. ഇതാണ് നമ്മുടെ ബസിലിക്കയുടെ കവാടം. അതിൻ്റെ മുന്നിലുള്ള സ്ക്വയറാണ് നമ്മൾ ഈ കാണുന്നത്. സെൻറ്റ് പോളിൻ്റെ സ്റ്റാറ്റ്യൂടെ അടുത്തേക്ക് വരാം. ഇവിടുത്തെ ഈ സ്റ്റാച്ചു ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം കണ്ടോ, എൻ്റെ അടിയിൽ എഴുതിയേക്കുന്നതിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ്. ഇറ്റലിയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഒരു സാധനം അതിൻ്റെ മനോഹാരിത അടുത്ത് കാണാൻ അവസരം കിട്ടുമെങ്കിൽ മിസ്സാക്കാൻ പാടില്ലാത്തൊരു കാര്യം. നമ്മളിനി ആദ്യമായിട്ട് കിടക്കാൻ പോകുന്നത് ഹോളി ഡോറിൽ കൂടിയാണ്. ഉണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോർട്ടസ് ആൻഡ് ഹോളി ഡോർ. ഇതാണ് നമ്മുടെ വിശുദ്ധ വാതിൽ. നമസ്കാരം. ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് ഹോളി ഡോറിൻ്റെ ഉള്ളിൽ കൂടിയാണ്. അപ്പോൾ 4 മേജർ ബസിലിക്കകളിലും കൂടിയിട്ട് 4 ഹോളി ഡോറുകളാണുള്ളത്. അതായത് ഈ 4 ഹോളി ഡോറുകളിലും കൂടി വിശുദ്ധ വർഷത്തിൽ കടക്കുന്ന എല്ലാവർക്കും പരിപൂർണ്ണ ദണ്ഡവിമോചനമാണ് സഭ വാഗ്ദാനം ചെയ്യുന്നത്. റോമൻ കത്തോലിക്ക സഭ വാഗ്ദാനം ചെയ്യുന്നത് അതാണ്. അപ്പോൾ ബഹളമാണ്, ടൂറിസ്റ്റുകളുടെ ബഹളമാണ്, തിരക്കാണ് കാണുന്നത്. അപ്പോൾ ഇത് 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഹോളി ഡോർ ഇപ്പോൾ തുറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്ത് മുഴുവനുള്ള ക്രിസ്തീയ മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ മുഴുവൻ അല്പം സാമ്പത്തികമുള്ളവരെല്ലാവരും ഈ 4 സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വരും. അതിൻ്റെ ഒരു തിരക്കും. ഈ കാണുന്നതാണ് ഹോളി ഡോർ. അപ്പോൾ ബ്രാസിൽ നിർമ്മിച്ച ഹോളി ഡോറാണ് ഈ കാണുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ തന്നെ നമുക്ക് ഹോളി ഡോറിൻ്റെ ഉള്ളിൽ കൂടി പോകാം. Facciamo silenzio! ഇവിടെ പരിപൂർണ്ണ സൈലൻസ് നമ്മൾ പാലിക്കണം, നിശബ്ദത പാലിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് ഒന്നും നടത്തുന്നില്ല. അപ്പോൾ നിങ്ങളുടെ തന്നെ കണ്ണുകൾ കൊണ്ട് കാണുക. ഇതിൻ്റെ മനോഹാരിത ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഒരു നടുത്തളം. അപ്പോൾ ഈ സാധനത്തിൻ്റെ വലിപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ഫ്രണ്ടിൽ കാണുന്ന രൂപം അതിൻ്റെ മേളിൽ ഈ സ്ക്വയറിലാണ് ഈ പാറ്റേൺസ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പാറ്റേൺസ് അതിലേക്ക് നമുക്കൊന്ന് സൂം ചെയ്ത് പോകാം.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ കല്ലറ കാണാനാണ് നമ്മൾ പോകുന്നത്. അവിടെ ഈ സ്റ്റെയർ ഇറങ്ങി താഴെയിലാണ് കല്ലറ. ഇതിൻ്റെ മുകളിൽ ബലിപീഠമാണ്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള കല്ലറ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഈ കാണുന്ന ഗ്രില്ലിൻ്റെ പുറകിൽ ഒരു മാർബിളിൻ്റെ ബ്ലോക്കുണ്ട്. അതിൻ്റെ പുറകിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ചില്ലിട്ടേക്കുന്ന അതിൻ്റെ അടിയിൽ വളരെ ആഴത്തിലേക്ക് 3 ഹോള് കാണാം. ഒരെണ്ണം വൃത്താകൃതിയുള്ളതും 2 ചതുരത്തിലുള്ളത്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് കല്ലറയുടെ ഉള്ളിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ പൂജയുടെ ഫലമായിട്ട് ഈ സുഗന്ധദ്രവ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പണ്ട് ഒഴിക്കുന്നൊരു രൂപം ഉണ്ടായിരുന്നു. കേട്ടോ, ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടി കാണുന്ന ആ മതിലാണ്. ഈ കാണുന്ന ചങ്ങല അദ്ദേഹത്തെ അന്ന് വധിക്കുന്നതിന് മുമ്പ് ബന്ധിപ്പിച്ച ചങ്ങലയാണ്. അപ്പോൾ അതിൽ പുരാതന റോമൻ രീതിയിലുള്ള കുറച്ച് മുദ്രകളൊക്കെ അതിൽ കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ കാണുന്നതാണ് പ്രധാന ബലിപീഠം. അതിൽ വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് ദിവ്യ ബലി ഇവിടെ അർപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാ വിശ്വാസികളും ഇവിടെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുൻപിൽ നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ലോകത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഷകളിലെല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാവുന്നതാണ്. അതുകൂടാതെ ഇവിടെ നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് സമയത്ത് എന്തെങ്കിലും നമ്മളുടെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് എഴുതിയിട്ട് കഴിഞ്ഞാൽ അത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഇവിടുത്തെ പ്രധാന ബലിപീഠത്തിൽ ഒരു ഇറ്റാലിയൻ കുർബാന നടക്കുകയാണ്. നമുക്ക് ഒരു 2 മിനിറ്റ് അതിലേക്ക് ശ്രദ്ധിക്കാം. കാരണം അത് എപ്പോഴും നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. Signore sia con voi, inato i nostri cuori. Rendiamo grazie al Signore nostro Dio. È veramente cosa buona e giusta, nostro dovere e fonte di salvezza, rendere grazie sempre in ogni luogo a te, Signore Padre Santo, Dio onnipotente ed eterno. Per la passione salvifica del tuo Figlio, l'intero universo ha riconosciuto il senso della tua gloria, nella potenza ineffabile della croce, splende il giudizio sul mondo e il potere. ബസിലിക്കയുടെ പ്രധാന അൾത്താരയുടെ ഇടത് ഭാഗമാണിത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ഇടത് ഭാഗത്തൊരു അൾത്താരമുണ്ട്, വലത് ഭാഗത്തൊരു അൾത്താരമുണ്ട്. അതുകൂടാതെ ഈ ഇടത് ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിൽ 2 ചാപ്പൽ വീതമുണ്ട്. അതായത് നമ്മൾ പ്രധാന അൾത്താരേനെ അഭിമുഖമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇടതുവശത്തും വലതുവശത്തും 2 വീതം ടോട്ടൽ 4 ചാപ്പലുകൾ ഇതിൻ്റെ ഉള്ളിൽ കാണാം.
ഇടതുഭാഗത്ത് കാണുന്ന ഒന്നാമത്തെ ചാപ്പലാണത്, സെയിൻറ്റ് സ്റ്റീഫൻസ് ചാപ്പൽ. ഈ ചാപ്പലിൻ്റെ ഉള്ളിലത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ ചാപ്പൽ. ഇതിൻ്റെ ഉള്ളിൽ വിശ്വാസികളെല്ലാം വളരെ ഭക്തിയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. ഒരു ക്രൂശിൽ തറക്കപ്പെട്ട യേശുവിൻ്റെ രൂപമാണ് അതിൻ്റെ ആൾത്താരിൽ കാണുന്നത്. നമ്മളീ കാണുന്നത് ഇതിൻ്റെ പ്രധാന അൾത്താര ഉൾപ്പെടുന്ന നടുത്തളമാണ്. ഇതിൻ്റെ വളരെ ഉയരം കൂടിയ ഭാഗമാണിത്. ഈ ബസലിക്കയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമെന്ന് പറയും. അതുകൊണ്ട് ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ചിത്രം ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴേക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അധികം ഉയരമോ വലിപ്പമോ ഇതിൽ തോന്നില്ലെങ്കിലും ഇത് വളരെ ഉയരമുള്ള ഒരു ഭാഗമാണ്. വളരെ വലിയ ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. ഇനി പ്രധാന അൾത്താരയുടെ വലതുവശത്തുള്ള 2 ചാപ്പലുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് സെൻറ്റ് ലോറൻസിൻ്റെ നാമധേയത്തിലുള്ള ചാപ്പലാണ്. പിന്നെ 4ാമത്തെ കപ്പലിൽ നമുക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ അവിടെ ഒരു ദൈവബലിയും കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അത് ഓപ്പൺ അല്ല, നമുക്ക് പുറത്തു നിന്ന് മാത്രം അത് കാണാം. ഇവിടെ വളരെ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം, ഈ സീറ്റുകളാണ്.
ഈ 2 നിലയിലാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സീറ്റ് ഇത് മരത്തിൽ കൊത്തുപണിയോടുകൂടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൽ കുഷ്യന് ബാക്കി ക്ലോത്തിങ് വേറെ ഒരു കാര്യമില്ല, തനി മരം തന്നെയാണ്. ഇവിടുത്തെ എല്ലാ സീറ്റുകളും മരം തന്നെയാണ്. അപ്പോൾ വിശ്വാസികൾ ഫുള്ള് ഈ മരത്തിൽ തന്നെ വന്ന് നിന്നിട്ടാണ് പ്രാർത്ഥനകളും ദിവ്യബലിയൊക്കെ പങ്കെടുക്കാറുള്ളത്. ഇതാണ് 4ാമത്തെ ചാപ്പൽ കണ്ടോ, സാൻ ബെനഡിക്റ്റോ ചാപ്പൽ. നമസ്കാരം. അങ്ങനെ നമ്മൾ സാൻ പൗലോസ് ബസിലിക്ക സന്ദർശിച്ചിട്ട് പുറത്ത് കിടന്നു. അപ്പോൾ ഈ ബസിലിക്കയുടെ പേര് സാൻ പൗലോ ഔട്ട്സൈഡ് ദ വാൾ എന്നാണ്. അപ്പോൾ ഈ ഔട്ട്സൈഡ് ദ വാൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ റോമൻ എംപററായിട്ടുള്ള ഔറലിയൻ റോമിൻ്റെ ചുറ്റും ഒരു മതിൽ പണിതിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമാണ്. നമ്മൾ ഈ റോമിൽ തെലങ്ക വിലങ്ങൊക്കെ ബസ്സിന് കാറിനൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഈ വാളിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അത് വാളിൻ്റെ തുറന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ കമാനങ്ങളിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പണ്ട് റോമിനെ ശത്രു രാജ്യങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു ഗംഭീര വാളാണ്. അതായത് ഒരു 19 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു വാൾ. ഇന്ന് അതിൻ്റെ ഒരു 12-12.5 കിലോമീറ്ററോളം ഉള്ളൂ. ബാക്കിയൊക്കെ നശിച്ചുപോയി. എന്നാലും അത് മനോഹരമായിട്ട് തന്നെ അവർ മറ്റേ നിലനിർത്തിയിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ വാളിൻ്റെ ഔട്ട്സൈഡാണ് ഈ ബസിലിക്ക. അതുകൊണ്ടാണ് ഔട്ട്സൈഡ് ദ വാൾ ബസിലിക്ക എന്ന് ഇതിനെ പറയുന്നത്. അപ്പോൾ ആ വാളിനെ കുറിച്ച് 2 വാക്ക് കൂടി പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ വാളിൻ്റെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1750 വർഷത്തിൽ കൂടുതലായി ഈ വാൾ ഇവിടെ നിൽക്കുന്നത്. അതായത് AD 270 മറ്റുമാണ് അത് പണി തുടങ്ങി. ഒരു 5 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കിയ വാളാണത്. അപ്പോൾ ഈ മതിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷം പഴക്കമുള്ള ഇത്രയും മനോഹരമായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു മതിലാണിത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നും നമ്മുടെ ചൈനയിലെ മതിലൊക്കെ ഇതിന് ഗംഭീരമല്ലേന്ന്. പക്ഷേ അത് ഇത്രയും കറക്റ്റായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന വൻമതിലല്ല, ഔറേലിയൻ വാളാണെന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും റോം സന്ദർശിച്ച് നോക്കി ആ വാൾ കൂടി. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് ക്ലിയറായിട്ട് അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും കാണും. കാരണം നമ്മുടെയൊക്കെ ഒരു വാളുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നേരെ പൊളിഞ്ഞു വീഴും. പക്ഷേ ഇവിടെ വളരെ മനോഹരമായിട്ട് ഇവരത് സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ബസിലിക്കകൊണ്ടാണ് അതിന് അത് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഉള്ളിൽ ചെന്നപ്പോൾ വളരെ സൈലൻ്റ് ആയിരുന്നു. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് ദിവ്യബലിയൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു ദിവ്യബലിയുടെ ഒരു പാട്ട് നമുക്ക് കാണാൻ പറ്റി. അതുകൂടാണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടോ, നമ്മൾ കണ്ടത് പ്രധാനപ്പെട്ട അൾത്താരയാണ് കണ്ടത്. അതിൻ്റെ 2 സൈഡും 2 വീതം 4 ആൾക്കാരോട് കൂടിയുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഉള്ളിലത്തെ കൊത്തുപണികൾ ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണാത്തൊരു പരിപാടി കൂടി ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിലൊരു LED ലൈറ്റിൻ്റെ ഷോ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് 5 യൂറോ ഇടുകയാണെങ്കിൽ ആ ലൈറ്റ് 1 മിനിറ്റ് തരും. അപ്പോൾ ഇത് കറണ്ട് കാശും ബാക്കി എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാവർക്കും കൂടി ഒരു ഷോ നടത്തണമെങ്കിൽ എല്ലാവർക്കും ടിക്കറ്റ് വെച്ച് ഇവിടെ പരിപാടി നടത്തണം.
അപ്പോൾ ഈ പള്ളിയുടെ ഉള്ളിൽ ടിക്കറ്റ് വെച്ച് ആൾക്കാരെ കയറ്റി പരിപാടി നടത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരു കൗണ്ടർ ഇട്ടുണ്ട്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ലൈറ്റ് ഷോ നമുക്ക് കാണാൻ പറ്റും ലീഡർ. അത് 3 ആയിട്ടാണ്. നമുക്ക് മുകളിൽ മാത്രം കാണുന്നത്, 2 സൈഡിൽ ലൈറ്റ് തെളിയുന്നത്. അങ്ങനെ രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ട് ഗംഭീരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് മുമ്പ് വന്ന തവണയാണ് അത് കണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞാനത് ട്രൈ ചെയ്തില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് രസങ്ങളോട് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷനോട് കൂടി നമുക്ക് പിന്നീട് കാണാം.